അറിയപ്പെടുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ആദ്യ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബലി അറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലി പെരുന്നാൾ. ഒരിക്കൽ അള്ളാഹു ഇബ്രാഹിം നബിയുടെ സ്വപ്നത്തിൽ വന്ന് എന്താണോ നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് അത് ബലി അറുക്കാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്റെ പ്രിയപുത്രനെ ബലി കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീരുമാനിച്ചു. എന്നാൽ പരീക്ഷണത്തിൽ ഇബ്രാഹിമിന്റെ ഭക്തിയിൽ അള്ളാഹു സംപ്രീതനാവുകയും ഇസ്മായിലിനെ മാറ്റി ആടിനെ ബലിയറുക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ ദിവസം അറവ് മാടുകളെ ബലി കൊടുക്കുന്നത് പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ആചാരമാണ്. ദുൽഹജ്ജ് മാസത്തിലാണ് ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ മാസത്തിൽ 8 മുതൽ 12 വരെ ഇസ്ലാം വിശ്വാസികൾ നടത്തുന്ന തീർത്ഥാടന കർമ്മമാണ് ഹജ്ജ്. ഈദ് ഹജ്ജ് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ആണ് ആഘോഷിക്കുന്നത്. ചന്ദ്രനെ നിരീക്ഷിച്ചാണ് പെരുന്നാൾ തീയതി കണക്കാക്കുക. ഈ ദിവസം ബലി കഴിച്ച് ആടിനെ 3 ആയി ഭാഗിച്ച് ഒരു ഭാഗം ബലി നൽകിയവർക്കും, രണ്ടാമത്തെ ഭാഗം ബന്ധുമിത്രാദികൾക്കും, മൂന്നാമത്തെ ഭാഗം പാവപ്പെട്ടവർക്കും നൽകുന്നു. ബലി പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനയും വിവിധ ആഘോഷങ്ങളും നടത്തുന്നു. പ്രാർത്ഥനയുടെ നിറവിൽ കുളിച്ച് പുതു വസ്ത്രങ്ങൾ അണിഞ്ഞ് അവർ പരസ്പരം വീടുകളിൽ സന്ദർശനം നടത്തുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. വിവിധ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പരസ്പരം പങ്കിടുന്നു. ത്യാഗം മാത്രമല്ല, സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് എന്ന സന്ദേശവും കൂടി ബലി പെരുന്നാൾ നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ